യുഎസിനും ഇസ്രായേലിനുമെതിരെ ഹൂതികളുടെ പടയൊരുക്കം. അമ്പരപ്പിക്കുന്ന പുതിയ വീഡിയോ പുറത്തുവിട്ടിരിക്കുകയാണ് യമൻ സായുധ ഗ്രൂപ്പ്. മിലിറ്ററി ഡ്രിൽസിൻ്റെ വീഡിയോയിൽ ഏറെ അമ്പരപ്പിക്കുന്നത് സ്നൈപ്പർമാരാണ്. ഏറെ പരിചിതമായ മുഖങ്ങൾ ലക്ഷ്യമിട്ടാണ് സ്നൈപ്പർ വെടിവെക്കുന്നത്. മുഖങ്ങളിലൊന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവാണ്. ഹൂതികളുടെ സ്നൈപ്പർ യൂണിറ്റിൻ്റെ ഡ്രില്ലിൻ്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. പ്രതീകാത്മകമായ ഈ സ്നൈപ്പർ ഡ്രിൽ ഹൂതികൾ സമർപ്പിച്ചിരിക്കുന്നത് ഗസയിലെ പോരാളികൾക്കും പലസ്തീൻകാർക്കുമാണ്. അജ്ഞാത കേന്ദ്രത്തിൽ വെച്ചാണ് സ്നൈപ്പർമാർ പരിശീലനം നടത്തുന്നത്. നെതന്യാഹുവിൻ്റെയും മുൻ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിൻ്റെയും പോസ്റ്ററുകൾക്ക് നേരെയാണ് സ്നൈപ്പർമാർ വെടിവയ്ക്കുന്നത്. അഭ്യാസത്തിനിടെ ഡ്രോണുകൾ ഉയർത്തിപ്പിടിച്ച ലക്ഷ്യങ്ങളിലേക്ക് ഹൂതി സ്നൈപ്പർമാർ വെടിയുതിർക്കുന്നതും വീഡിയോയിൽ കാണാം. യമനിൽ അമേരിക്ക ശക്തമായ ആക്രമണമാണ് നടത്തുന്നത്. അതിനിടെയാണ് ഹൂതികൾ ഡ്രില്ലിൻ്റെ വീഡിയോ പുറത്തുവിട്ടിരിക്കുന്നത്. നെതന്യാഹുവിനും യോവ് ഗാലന്റിനുമെതിരെ പ്രതീകാത്മകമായി വെടിവെക്കുന്നത് അമ്പരപ്പിക്കുന്നതാണ്. അതിനിടെ യമൻ 80,000-ഓളം സൈനികരെ ഹൊദൈദ തുറമുഖത്ത് കരയാക്രമണത്തിന് വിന്യസിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നു. വിമത ഗ്രൂപ്പായ ഹൂതികൾക്കെതിരെ യമൻ സർക്കാർ ആക്രമണം നടത്താൻ ഒരുങ്ങുന്നതായും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇറാനുമായുള്ള ആണവ ചർച്ചകൾ നടക്കുന്നതിനിടെ US രണ്ടാമതൊരു യുദ്ധക്കപ്പൽ കൂടി മിഡിൽ ഈസ്റ്റിൽ വിന്യസിച്ചതായും റിപ്പോർട്ടുകൾ വരുന്നു. യമൻ്റെ സ്കോട്ര ദ്വീപിന് സമീപം USS കാൾ വിൻസൻ്റെ സാന്നിധ്യം ഉറപ്പിക്കുന്ന ഉപഗ്രഹ ചിത്രങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കഴിഞ്ഞ ഒരു മാസമായി യമനിൽ ഹൂതികളുടെ നിയന്ത്രണത്തിലുള്ള മേഖലകളിലേക്ക് US വ്യോമാക്രമണം നടത്തുകയാണ്. ആണവ ചർച്ചകളിൽ ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് വ്യോമാക്രമണം നടത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. യമനിലെ ഹൂതി കേന്ദ്രങ്ങളിൽ US നടത്തിയ വ്യോമാക്രമണങ്ങളിൽ മാർച്ച് പകുതി മുതൽ ഇതുവരെ 100-ലധികം പേരാണ് മരിച്ചത്. ചെങ്കടലിൽ നങ്കൂരമിട്ടിരിക്കുന്ന USൻ്റെ യുദ്ധക്കപ്പലായ USS ട്രൂമാനിൽ നിന്നാണ് യമനിലേക്ക് US ആക്രമണം നടത്തിയത്. പിന്നാലെ USS ട്രൂമാന് നേരെ അതിശക്തമായ ആക്രമണം ഹൂതികൾ നടത്തുന്നുണ്ട്. അതിനൊപ്പം ഇസ്രായേലിന് നേരെയും ആക്രമണം നടത്തുന്നു. ഇസ്രായേൽ ഗസ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതോടെ നിശബ്ദരായിരുന്നു ഹൂതികൾ. US യമനിലെ ഹൂതി കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതോടെയാണ് USനെതിരെയും ഹൂതികൾ ആക്രമണം തുടങ്ങിയത്. കഴിഞ്ഞ ദിവസവും നിരവധി ആക്രമണ പരമ്പരകൾ നടത്തിയതായി യമൻ വിമത ഗ്രൂപ്പ് അവകാശപ്പെട്ടു. ജാഫയ്ക്ക് സമീപമുള്ള ഇസ്രായേൽ സൈനിക കേന്ദ്രം ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഹൂതി വക്താവ് യഹ്യ സാരി വ്യക്തമാക്കി. ഡ്രോൺ ഉപയോഗിച്ചാണ് ആക്രമണം നടത്തിയതെന്നും യഹ്യ സാരി പറഞ്ഞു. അതിനൊപ്പം അമേരിക്കയുടെ യുദ്ധക്കപ്പലായ USS ട്രൂമാനെതിരെയും ആക്രമണം നടത്തിയതായി യഹ്യ സാരി അറിയിച്ചു. യമനിലെ അൽ ജാഫ പ്രോവിൻസിന് മുകളിലൂടെ പറന്ന USൻ്റെ MQ-9 ഡ്രോൺ വെടിവെച്ചിട്ടതായും യഹ്യ സാരി അവകാശപ്പെട്ടു. ഡ്രോൺ വെടിവെച്ചിടുന്നതിൻ്റെ ദൃശ്യങ്ങളും ഹൂതികൾ പുറത്തുവിട്ടു. കഴിഞ്ഞ ദിവസം അതിശക്തമായ ആക്രമണമാണ് ഹൂതികൾ ഇസ്രായേലിൻ്റെ തലസ്ഥാനമായ ടെലവീവ് ലക്ഷ്യമിട്ട് നടത്തിയത്. വിമാനത്താവളം ഉൾപ്പെടെ വിവിധ മേഖലകളിൽ വൻ റോക്കറ്റ് ആക്രമണമാണ് നടത്തിയിരിക്കുന്നത്. ടെലവീവിനടുത്തുള്ള ഇസ്രായേലിൻ്റെ സൈനിക കേന്ദ്രങ്ങളിൽ ഡ്രോൺ ആക്രമണവും ചെങ്കടലിൽ US യുദ്ധക്കപ്പലുകൾക്ക് നേരെ വലിയ ആക്രമണവും നടത്തിയതായി ഹൂതികൾ അവകാശപ്പെട്ടു. നേരത്തെ യമൻ്റെ എണ്ണ ശുദ്ധീകരണശാലകൾ, വിമാനത്താവളങ്ങൾ, മിസൈൽ കേന്ദ്രങ്ങൾ എന്നിവ അമേരിക്കയുടെ വ്യോമസേന ആക്രമിച്ചിരുന്നു. ചെങ്കടലിലെ വ്യാപാര കപ്പലുകൾക്ക് നേരെയുള്ള ഹൂതികളുടെ ആക്രമണം അവസാനിപ്പിക്കുക എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതുവരെ അതിശക്തമായ ആക്രമണം നടത്തുമെന്നാണ് ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുന്നത്.